എല്ലാവർക്കും നമസ്കാരം. സോ സെക്യൂരിറ്റീസ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം അല്ലെങ്കിൽ സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം ഒരുപാട് പേര് കമൻറ്റിലൂടെയും വോയിസിലൂടെയൊക്കെ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. സർ, സെക്യൂരിറ്റീസ് നമുക്ക് ലെൻഡിങ്ങും ബോറോയിങ്ങും ഒക്കെ ചെയ്യാമല്ലോ, അത് എങ്ങനെയാണ്, അത് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അത് ആർക്കാണത് കൂടുതൽ ഉപകാരപ്പെടുക, എന്ത് പർപ്പസിലേക്ക് വേണ്ടി ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. സോ അതിനൊക്കെ ആയിട്ടൊരു ബ്രീഫ് ആൻസറിങ് സെഷനായിട്ട് ഇതിനെ കണ്ടാൽ മതി. സെക്യൂരിറ്റീസ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന സ്റ്റോക്സ്, നമ്മുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോക്സ്, ലോങ് ടേമിലേക്കൊക്കെ നിങ്ങൾ സ്റ്റോക്സ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് അതേ സ്റ്റോക്കിന് തന്നെ മറ്റുള്ളവർക്ക് കടം കൊടുക്കാം. നമ്മളുടെ കയ്യിലിരിക്കുന്ന അസറ്റ്, നമ്മൾ വീടോ വസ്തുക്കളോ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ ഇട്ടേക്കത്തില്ല. പകരം എന്ത് ചെയ്യുന്നു, അത് ഇനിയൊരു വാടകക്കാരനെ കണ്ടെത്തിയിട്ട് വാടകയ്ക്ക് നമ്മൾ അദ്ദേഹത്തിന് വാടകയ്ക്ക് കൊടുക്കുന്നു. ആ വാടകയിൽ കൊടുക്കുന്ന ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ നമുക്ക് മാസം തോറും ഒരു വാടക ഇനത്തിൽ നമുക്ക് എന്ത് ലഭിക്കുന്നു, കാശ് ലഭിക്കുന്നു, അല്ലേ? പക്ഷേ വാടകക്കാരന് വാടകയ്ക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് ആ ഒരു വസ്തുവിൻ്റെ പുറത്ത് ഒരു മൂല്യവർധന ഉണ്ടാകുമ്പോൾ അത് ആർക്കാണ് ശരിക്കും റിഫ്ലക്റ്റ് ആകുന്നത്? അത് ഓണർഷിപ്പ്. അപ്പം നിങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളല്ലേ അതിൻ്റെ ഓണേഴ്സ്. അപ്പം നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഓണർഷിപ്പ്, എൻ്റെ അവകാശം ഉള്ളിടത്തോളം അതിൻ്റെ മൂല്യവർധനവ് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ബെനിഫിറ്റ് എന്താണ്? നിങ്ങൾക്ക് അതിൽ പക്ഷേ റെൻറ്റിന് കൊടുക്കുന്നത് കൊണ്ട് ഒരു ഹോൾ പ്രോപ്പർട്ടിയുടെ എമൗണ്ട് നമുക്ക് കിട്ടുമോ? ഇല്ലല്ലോ. റെൻറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചെറിയൊരു തുക നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു. അതേമാതിരി തന്നെയാണ് സ്റ്റോക്സിന്, വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. പലരുടെയും സംശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ, സെക്യൂരിറ്റീസ് എൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്, ഞാനത് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഇനിയൊരാൾ വാങ്ങിച്ച് കഴിയുമ്പോൾ, റെൻറ്റിൽ എടുത്തു കഴിയുമ്പോൾ, അത് കൊടുക്കുന്നതിന് ശേഷം ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പുറത്തുണ്ടാകുന്ന ഗ്രോത്ത്, വളർച്ച, അത് എനിക്കായിരിക്കുമോ അല്ല അത് ബോറോ ചെയ്യുന്നവർക്കായിരിക്കുമോ എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് പലരും എന്നോട് വിളിച്ച് തന്നെ ചോദിച്ച ചോദ്യമാണ്. പേടിക്കണ്ട, നിങ്ങളുടെ കയ്യിൽ റിലയൻസിൻ്റെയോ അല്ലെങ്കിൽ ഏത് സ്റ്റോക്കോ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്, നിങ്ങളത് റെൻറ്റിന് കൊടുത്തു. ഇതേ വീടിൻ്റെ കൺസെപ്റ്റ് പോലെ തന്നെയാണ് സ്റ്റോക്കിനും. റെൻറ്റിന് കൊടുത്ത സ്റ്റോക്കിന് റെൻറ്റ് മാത്രമേ നമ്മൾക്ക്, റെൻറ്റിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ റെൻറ്റിനെടുത്ത ആൾക്ക് ആ സ്റ്റോക്കിൻ്റെ പുറത്ത് ഉയർച്ച ഉണ്ടാവുകയാണെങ്കിൽ, 100 രൂപയുടെ സ്റ്റോക്ക് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് 100 രൂപയായിരുന്നു. ആ റെൻ്റൽ എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ റെൻ്റൽ പീരിയഡ് എന്ന് പറയുന്നത്, പീരിയഡിനുള്ളിൽ ആ സ്റ്റോക്കിൻ്റെ വില 102, 103, 104, 105, 106 എന്ന് പറഞ്ഞ് എത്രയോ കയറിപ്പോയാലും ആ കയറുന്നതിൻ്റെ ഒക്കെ മൂല്യം ആർക്കാണ്? ഓണർഷിപ്പായിട്ടുള്ള നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ അവകാശം. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലാരിറ്റി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ പുറത്ത് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ക്ലാരിറ്റി നമ്പർ 1 വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത, ഇനി വാങ്ങുന്നവർക്ക്, ഇത് ബോറോ ചെയ്യുന്നവർക്കുള്ള ബെനിഫിറ്റ് എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. ഏറ്റവും മർമ്മപ്രധാനമായ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് സെല്ലിംഗ്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈക്വിറ്റീസ് ഒരു ദിവസം നമ്മൾ സ്റ്റോക്കിനെ നമുക്ക് സെല്ല് ചെയ്യാം, അല്ലേ? മാർക്കറ്റിലെ ട്രേഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? വില കുറയുകയാണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ സ്റ്റോക്കിന് നമുക്ക് സെല്ല് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലേ? പക്ഷേ അതിൻ്റെ ന്യൂനത എന്താണ്? നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ സാധിക്കത്തുള്ളൂ? നമുക്ക് വെറും ഒരു ദിവസം മാത്രമേ, നമ്മൾക്ക് ഇൻട്രാഡേയിൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിനെ ദിവസത്തിനുള്ളിൽ, രാവിലെയോ നിങ്ങൾക്ക് ഏത് സമയത്താണോ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് അന്നേ ദിവസം മാർക്കറ്റ് ക്ലോസ് ആകുന്നതിന് മുന്നേ തന്നെ ആ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ നിങ്ങൾ ബോറോ ചെയ്യുന്ന സ്റ്റോക്സിനെ നിങ്ങളുടെ ബോറോയിങ് കോൺട്രാക്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലെൻഡിങ് ചെയ്യുന്ന ആൾ, നിങ്ങൾക്ക് തരുന്ന ആളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും, ഒരാഴ്ചയോ 10 ദിവസമോ 1 വർഷം വരെ 12 മാസം വരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ സ്റ്റോക്കിനെ നിങ്ങൾക്ക് സെല്ല് ചെയ്ത് നിർത്താം. നോർമലി സെല്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന
ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണ്? ഫ്യൂച്ചേഴ്സിലാണ്. ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റിലുള്ള സ്റ്റോക്സിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സെൽ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ മന്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഇനി നല്ലോണം മുകളിലേക്ക് പോയി, ഇനി അത് താഴ്പോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് എല്ലാ സ്റ്റോക്സിനെയും സെല്ല് ചെയ്ത് നിലനിർത്താൻ പറ്റത്തില്ല. സെല്ലിങ് ചെയ്തിട്ട് ഹയർ റേറ്റിന് സെല്ല് ചെയ്തിട്ട് ലോവർ റേറ്റിന് നമുക്ക് വാങ്ങാൻ കഴിയുമോ? കഴിയത്തില്ല. കഴിയും, പക്ഷേ ഇൻട്രാഡേയിൽ തന്നെ അത് ചെയ്ത് തീർത്തേക്കണം. ഇല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിൽ ലാഭം കിട്ടിയാലായി, ചിലപ്പോൾ തിരിച്ച് ബൗൺസ് ചെയ്ത് പോയാൽ നമുക്ക് നഷ്ടവും വരാം. പക്ഷേ ഡെറിവേറ്റീവ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഡെറിവേറ്റീവ്സിന് എന്താ പ്രശ്നം? ഡെറിവേറ്റീവ്സിനും കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലാണ് അല്ലേ? ഒരു മാസത്തെ കോൺട്രാക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ട് മാസത്തെ കോൺട്രാക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ മാക്സിമം 3 മാസത്തെ കോൺട്രാക്റ്റ് വരെ നമുക്ക് ഡെറിവേറ്റീവ്സിനും പ്രശ്നമുള്ളൂ. ഫ്യൂച്ചേഴ്സ് നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അത് കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും. അത് മന്ത്ലി കോൺട്രാക്റ്റ് ആയിരിക്കും. മാക്സിമം 3 മാസം വരെയുള്ള കോൺട്രാക്റ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിനെ മാത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ബോറോ ചെയ്യുന്ന സ്റ്റോക്ക് അങ്ങനെയല്ല. ബോറോ ചെയ്യുന്ന സ്റ്റോക്ക് നമുക്ക് തരുന്ന ആൾ എത്ര നാൾ വരെ, അയാൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് നമ്മളോട് തിരിച്ചു ചോദിക്കാനുള്ളൊരു റൈറ്റും കൂടിയുണ്ട് കേട്ടോ. ഈ ഒരു മെക്കാനിസത്തിൽ ഉള്ള ഒരു ചെറിയ ഡിഫോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഐ മീൻ ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ ആരിൽ നിന്നാണോ ഈക്വിറ്റീസ് നമ്മൾ ബോറോ ചെയ്യുന്നത്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ റിക്വസ്റ്റ് കൊടുത്ത് നമുക്ക് നമ്മളിൽ നിന്ന് തിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശം. പക്ഷേ മോസ്റ്റ്ലി ഈ പറയുന്ന ലോങ് ടേമിലേക്കൊക്കെ വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുന്നവർ അങ്ങനെയൊന്നും ചെയ്യാറില്ല. റെൻറ്റ് കിട്ടി, കാരണം എല്ലാ മാസവും നമ്മൾ ഈ എടുക്കുന്ന അവരിൽ നിന്ന് റെൻറ്റ് എടുക്കുന്നതിന് നമ്മളൊരു പേയ്മെൻറ്റ് നമ്മളിൽ നിന്ന് കൊടുക്കുന്നു. പക്ഷേ നമ്മൾ ഫുൾ സ്റ്റോക്കിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നില്ല. അതാണ് നമ്മുടെ അടുത്തൊരു ബെനിഫിറ്റ്. നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ നമ്മൾ മാർജിൻ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കുറച്ചൊരു തുക മാത്രം നമ്മൾ വെറും റെൻ്റൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എത്ര വേണേലും ലോങ് പീരിയഡ് നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി അടുത്തൊരു പോസിബിലിറ്റി എന്താണ്? ഈ ഫ്യൂച്ചേഴ്സ് പോലുള്ള കോൺട്രാക്റ്റുകൾ നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെഫിനിറ്റീവായിട്ടൊരു നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? കോൺട്രാക്ട്സ് എല്ലാം ബേസ്ഡ് ഓൺ ലോട്ട് സൈസ്, ഒരു ലോട്ടിൽ ഇത്ര ക്വാണ്ടിറ്റി എന്നൊക്കെ ഉണ്ട്. ഫിക്സഡ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അപ്പോൾ അതും നമുക്ക് ഇവിടെ അങ്ങനെയല്ല. ഇത് നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈക്വിറ്റീസിൻ്റെ എണ്ണം 10 എണ്ണമേ നമുക്ക് സെല്ല് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ അത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിന് മാത്രമായിട്ട് റെൻറ്റിന് എടുക്കാം. അപ്പോൾ ഇത്തരം ഫ്ലെക്സിബിലിറ്റീസൊക്കെ ഉണ്ട്. റെൻറ്റിനെടുത്ത് എന്ത് ചെയ്യാം? സെല്ല് ചെയ്യാം. ഇനി നിങ്ങൾ റെൻറ്റിന് ഒരു സ്റ്റോക്ക് എടുത്തിട്ട് അതിനെ വാങ്ങിച്ച് ഞാൻ ഹോൾഡ് ചെയ്തിട്ട് അതിൽ നിന്ന് അത് മുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് ലാഭം കിട്ടുമോ എന്നൊരു ചോദ്യം അടുത്തതുണ്ടാകാം. പറ്റില്ല. ഇതിൽ സ്റ്റോക്കിൽ അപ്രിസിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് മുഴുവനും ആർക്കാണ്? അത് ശരിക്കുള്ള ഓണറിനാണ്, സ്റ്റോക്കിൻ്റെ ഓണറിനെ പോകത്തുള്ളൂ. അപ്പോൾ റെൻറ്റിനെടുക്കുന്ന സ്റ്റോക്കിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടും? ഷോർട്ട് സെല്ല് ചെയ്ത് നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ആ താഴ്ന്ന എമൗണ്ട് മുഴുവനും നമുക്കുള്ളത് തന്നെയാണ്. ഓക്കെ. ഇനി ഇത് കൂടാഞ്ഞിട്ട് അപ്പോൾ എന്തിനാണ് ശരിക്കും? അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞത് എന്താണ്? നമുക്ക് ഷോർട്ട് സെല്ലിംഗ് ചെയ്യാം. ഓവർനൈറ്റ് പീരീഡ് ഹോൾഡ് ചെയ്ത് ഷോർട്ട് സെല്ല് ചെയ്യാം. എത്ര കാലത്തേക്ക് വേണമെങ്കിലും അപ് ടു 12 months വരെ നമുക്ക് ആ ഒരു പീരീഡ് നിലനിർത്താൻ സാധിക്കും. പ്രൊവൈഡഡ് ലെൻഡർ നമുക്ക് തിരിച്ച് ചോദിക്കുന്നത് വരെയും നമുക്ക് അതിനെ ഹോൾഡ് ചെയ്യാം. നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് എത്ര വേണമെങ്കിലും ആസ് പെർ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് അതിനെ ഹോൾഡ് ചെയ്യാം. ദാറ്റ് ഈസ് എ കീ പോയിന്റ്. സെക്കൻഡ് ഓപ്പർച്യൂണിറ്റിയാണ് ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റിക്കും നമുക്കിതൊരു വലിയ അസറ്റാണ്. നിങ്ങൾ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, കറണ്ട് സ്പോട്ട് പ്രൈസ് എന്ന് പറയും. സ്പോട്ട് പ്രൈസ് എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1000 rupees ആണെന്ന് ഇമാജിൻ ചെയ്യുക. സ്പോട്ട് പ്രൈസ് 1000 ആണെങ്കിൽ ഫ്യൂച്ചേഴ്സിൻ്റെ അതിൻ്റെ പ്രൈസ് കോൺട്രാക്റ്റ് മാസം തുടക്കത്തിലാണെന്ന് ഇമാജിൻ ചെയ്യൂ. സപ്പോസ് ഒരു മന്തിൻ്റെ തുടക്കത്തിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ വില 1000 രൂപ, സ്പോട്ട് പ്രൈസ് ഒരു സ്റ്റോക്കിൻ്റെ വില 1000 രൂപയാണ്. അതേ സ്റ്റോക്കിൻ്റെ തന്നെ ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് 1005 രൂപയോ അല്ലെങ്കിൽ 1010 രൂപയാണെങ്കിൽ എത്ര രൂപയുടെ ഡിഫറൻസ് ആയി? 10% ഡിഫറൻസ് ആയി. എത്ര പെർസെൻറ്റേജ് നിങ്ങൾ വിടും? 5 രൂപയുടെ ഡിഫറൻസ് ആണെന്ന് വെച്ചോളൂ. സപ്പോസ് 5 രൂപയുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ സ്പോട്ട് പ്രൈസിൻ്റെ വില എത്രയാണ്? 1000 രൂപ. ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസിൻ്റെ വില എത്രയാണ്? അതിന് 1010 രൂപയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ നിന്നും ബൈ ചെയ്യാമല്ലോ.
അല്ലേ? അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഇതൊരു SLBM എങ്ങനെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആക്കി മാറ്റാം എന്നുള്ളത് ആർബിട്രാജ് സ്ട്രാറ്റജി എന്ന് പറയും. കൂടിയ വിലയ്ക്കുള്ള സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. കുറഞ്ഞ വിലയ്ക്കുള്ള സാധനത്തിന് നമ്മൾ ബൈയും ചെയ്യുന്നു എന്നുള്ള സ്ട്രാറ്റജി. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾ ഇന്ന് SBIയുടെ വില 1000 രൂപയാണെങ്കിൽ നിങ്ങളത് ഒരു 1000 ക്വാണ്ടിറ്റി നിങ്ങൾ ബോറോ ചെയ്തു എന്ന് വെക്കുക. ബോറോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചു, ഓക്കെ, ബോറോ ചെയ്തു. പക്ഷേ ഫ്യൂച്ചേഴ്സിൻ്റെ വില 1010 അപ്പോൾ നിങ്ങൾ അതിനെന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ സെല്ല് ചെയ്യുന്നു എന്ന് വെച്ചു. പക്ഷെ വേറൊരു ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നോർമലി ആർബിട്രാജ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സ്റ്റോക്സ് മേടിക്കുന്നു, സ്റ്റോക്ക് മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ തന്നെ ഫ്യൂച്ചറിനെ, വില കൂടി നിൽക്കുന്ന ഫ്യൂച്ചറിന് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ മന്ത് എൻഡ് അവസാനിക്കുമ്പോൾ ഈ രണ്ട് സ്റ്റോക്കും സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും മെർജ് ചെയ്തിട്ട് ഒന്നായിട്ട് മാറും. അപ്പോൾ ഈ ഗ്യാപ്പ് ഡിഫറൻസ് 100 രൂപ 1000 രൂപയുടെ സ്പോട്ട് പ്രൈസും 1010 രൂപയുടെ ഫ്യൂച്ചേഴ്സ് പ്രൈസും തമ്മിലുള്ള ഈ ഒരു അന്തരം, 10 രൂപയുടെ ആ ഒരു അന്തരം എന്ത് സംഭവിക്കുന്നു? അത് കുറഞ്ഞ് രണ്ടും കൂടി മെർജ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടാകും. അത് ചിലപ്പോൾ 102 അല്ലെങ്കിൽ 89 എന്തെങ്കിലും ഒരു 10 രൂപയുടെ കുറഞ്ഞ പക്ഷം ഒരു 10 രൂപ, നമുക്ക് 8 രൂപ മുതൽ 10 രൂപ വരെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഈ ഗ്യാപ്പ് നമ്മുടെ ഫ്യൂച്ചർ ഇത് തമ്മിലുള്ള ഈ ക്വാണ്ടിറ്റീസിൻ്റെ വേരിയേഷൻസ്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1000 ക്വാണ്ടിറ്റിയുടെ തന്നെയുണ്ട്, ഫ്യൂച്ചേഴ്സും 1000 ക്വാണ്ടിറ്റി ആണെങ്കിൽ ഈ മെർജിങ് ഇത് തമ്മിൽ ചേർന്ന് വരുമ്പോൾ ആ ഗ്യാപ്പിൽ നിന്നും അപ്പോൾ 10 × 1000 എന്ന് പറയുമ്പോൾ 10000 രൂപ നമുക്ക് ലാഭം ലഭിക്കും. ഇതാണ് ആർബിട്രാജ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾക്ക് ബോറോ ചെയ്യുന്ന സ്റ്റോക്സ് അതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയാൽ നമുക്ക് ലോസാണ് സംഭവിക്കുക. അത് താഴ്പോട്ടേക്ക് വന്നാൽ മാത്രമേ ബോറോ ചെയ്യുന്ന വ്യക്തിക്ക് അത് ലാഭം കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ആർബിട്രാജ് സ്ട്രാറ്റജി ഇവിടെ വർക്കൗട്ട് ചെയ്യാം? അപ്പോൾ അവിടെ റിവേഴ്സ് ആർബിട്രാജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവരും. ചില സാഹചര്യങ്ങളിൽ സ്പോട്ട് പ്രൈസ് വില കൂടി നിൽക്കും, സ്പോട്ടിൻ്റെ വില കൂടുതലായിരിക്കും. ഇതേ സിനാരിയോ തന്നെ എടുത്തോളൂ. സ്റ്റോക്കിൻ്റെ പ്രൈസ് 1010 എന്ന് സങ്കല്പിക്കുക നിങ്ങൾ നോക്കുന്ന സമയത്ത്. എന്നാൽ അതിൻ്റെ തന്നെ ഫ്യൂച്ചേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് 1000 രൂപയായിരിക്കാം. നേരത്തെ ആദ്യം പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സ് കോണ്ടെക്സ്റ്റിലേക്ക് വരിക. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാനത് വ്യക്തമാക്കി നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്പോട്ട് പ്രൈസ് കൂടി നിൽക്കുന്നു, ഫ്യൂച്ചേഴ്സ് കുറഞ്ഞു നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും മാസത്തിൻ്റെ തുടക്കത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ മാസം അവസാനിക്കും തോറും ഈ ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് കൂടുകയും സ്പോട്ടിൻ്റെ പ്രൈസ് കുറഞ്ഞു വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നിൽ ലോസ്, അല്ലെങ്കിൽ വെരി ലിമിറ്റഡ് റിസ്കിൽ മാത്രമേ ഇതുള്ളൂ. 99% നമുക്ക് പ്രോഫിറ്റ് പ്രോബബിലിറ്റി കൂടുതലാണ് ഈ ഒരു സ്ട്രാറ്റജിക് മെത്തേഡ്, ആർബിട്രാജ് മെത്തേഡ്. റിവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ സ്പോട്ട് പ്രൈസ് കൂടുതലാണെന്നും ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് കുറഞ്ഞിരിക്കുന്നു എന്നും ഓർക്കുക. നോർമൽ ആർബിട്രാജ് ആണെങ്കിൽ സ്പോട്ട് പ്രൈസ് കുറവും ഫ്യൂച്ചേഴ്സ് പ്രൈസ് കൂടുതലായിരിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഫ്യൂച്ചേഴ്സിനെ സെല്ല് ചെയ്യുന്നു, ഈക്വിറ്റീനെ ബൈയും ചെയ്യുന്നു. അങ്ങനെ അത് തമ്മിലുള്ള വേരിയേഷൻസ് ഒരു മന്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും കുറയുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് എത്രയോ ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ ലോട്ട്സ്, എത്ര ലോട്ടാണോ അതിനുള്ളത് അത് നമുക്ക് പ്രോഫിറ്റായിട്ട് നമ്മൾ എടുക്കുന്നു. ഇവിടെ നമ്മുടെ SLBM കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? റിവേഴ്സ് ആർബിട്രാജിന് നമ്മൾക്ക് SLBM ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം? നമുക്ക് വെറും റെൻറ്റ് മാത്രം കൊടുത്താൽ മതി. നമുക്ക് സ്റ്റോക്സ്, നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് അത്രയും സ്റ്റോക്സ് നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. ഒന്ന്, അത് ഫുൾ ക്യാഷ് കൊടുത്ത് നമുക്ക് ആ സ്റ്റോക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട കാര്യമില്ല. നമുക്ക് വളരെ ചെറിയ തുകയ്ക്ക് നമുക്ക് റെൻറ്റിന് സ്റ്റോക്ക് എന്ത് ചെയ്യാം? എടുത്തിട്ട് സെൽ പൊസിഷനിൽ നിലനിർത്താം. എങ്ങനെ? സെൽ പൊസിഷനിൽ. അത് കഴിഞ്ഞിട്ട് എന്താ സെൽ എന്ന് പറയുമ്പോൾ സ്പോട്ട് പ്രൈസ് കൂടുതലാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ സെല്ലിലേക്ക് അതിനെ വാങ്ങിച്ച് സെൽ പൊസിഷൻ നിലനിർത്താം. അതിനോടൊപ്പം നമുക്ക് വീണ്ടും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ വില അറിയാലോ, ഫ്യൂച്ചേഴ്സിൻ്റെ ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ഒരു ലോട്ട് നമ്മൾ ഫ്യൂച്ചേഴ്സിന് എന്ത് ചെയ്യുന്നു? ബൈയും ചെയ്തിടാം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അഡ്ജസ്റ്റഡ് ആയിട്ട് വരുമ്പോൾ ഇത് വലിയ വിന്നിങ് സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഹ്യൂജ് പ്രോഫിറ്റിലേക്കൊന്നും പോകത്തില്ല. പക്ഷേ റിസ്ക് കുറഞ്ഞ്
നമ്മൾക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഹയസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് റേഷ്യോയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. മോർ ഡീറ്റെയിൽസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് നടത്തുക. എയും ഗൂഗിളൊക്കെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പോയിട്ട് വീണ്ടും കുറച്ചും കൂടെ പഠിച്ചിട്ട് എന്താണ് റിവേഴ്സ് ആർബിട്രാജ് സ്ട്രാറ്റജി യൂസിങ് SLBM, സെക്യൂരിറ്റീസ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസത്തിലൂടെ റിവേഴ്സ് ആർബിട്രാജിലൂടെ എങ്ങനെ കാശ് കണ്ടെത്താം അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കാം എന്നുള്ളത്. പക്ഷേ ഈ സ്ട്രാറ്റജി ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജിയാണ്. കുറച്ചും കൂടി വേറെ വേർഷൻസിൽ ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജിയാണ്. 100% വർക്കിംഗ് ആണ്. നല്ല പ്രോഫിറ്റബിൾ സ്ട്രാറ്റജിയാണ്. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ലഭിക്കുമെന്ന് അർത്ഥമല്ല, റീസണബിൾ പ്രോഫിറ്റാണ്. നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിലനിർത്തി നമുക്ക് ഡീസൻറ്റ് പ്രോഫിറ്റ് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇനി SLBM കൊണ്ട് വേറെ എന്താ ബെനിഫിറ്റ് ഉണ്ടാവുക? നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെന്ന് വെച്ചോളൂ. അതിന് നമുക്ക് കവേർഡ് പൊസിഷൻ നിങ്ങൾ ബൈ ചെയ്ത് വെച്ചേക്കുന്നു. പെട്ടെന്ന് സ്റ്റോക്ക് താഴ്പോട്ടേക്ക് പോകുന്ന സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതേ സ്റ്റോക്കിനെ തന്നെ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് പറഞ്ഞ മാതിരി നമുക്ക് അതേ സ്റ്റോക്ക് തന്നെ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള വേറെ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്നും സ്റ്റോക്കിനെ അതേ റേഞ്ചിൽ പ്രൊപ്പോർഷനിൽ താഴ്പോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ അത് ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് തന്നെ നിങ്ങൾക്ക് ബോറോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ സ്റ്റോക്സോ അല്ലെങ്കിൽ അതേ സ്റ്റോക്സ് തന്നെ ബോറോ ചെയ്ത് സെൽ പൊസിഷനിൽ നിലനിർത്താം. അപ്പോൾ അതിൻ്റെ വാടക മാത്രം കൊടുത്താൽ മതി. നമുക്ക് സ്റ്റോക്കിൻ്റെ ഫുൾ എമൗണ്ട് കൊടുക്കാതെ സെൽ പൊസിഷൻ നിലനിർത്തിയിട്ട് അതിൽ നിന്ന് എത്ര ബെനിഫിറ്റ് കിട്ടുന്നുവോ, എത്രത്തോളം പോയിൻറ്റ്സ് താഴുന്നുവോ, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കിൻ്റെ വില കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് നഷ്ടം വരുന്ന ആ നഷ്ടത്തെ ആര് നികത്തി തരും? ഈ പറയുന്ന സ്റ്റോക്ക്, നമ്മൾ ബോറോ ചെയ്യുന്ന സ്റ്റോക്ക് നമുക്ക് നികത്തി തരും. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റും ചെയ്യാം. റീസണബിളായിട്ട് ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റിലേക്കും വരാനും സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലോസ് ഇല്ലാതെ ആക്കാനുള്ള സാധ്യതയും നമുക്ക് SLBM വഴി സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ. പിന്നെ മെയിൻലി എന്ത് പറയുന്നു, നമുക്ക് ഈ പറയുന്ന ചിലപ്പോൾ ഫ്യൂച്ചേഴ്സൊക്കെ നമ്മൾ വാങ്ങിച്ച് വെക്കുന്നവരുണ്ടാവും. ഫ്യൂച്ചേഴ്സ് വാങ്ങിച്ച് വെക്കുമ്പോൾ ഡെലിവറി കമ്മിറ്റ്മെൻറ്റ് എടുക്കേണ്ടുന്ന ഫ്യൂച്ചേഴ്സിലൊക്കെ ചില സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ എക്സ്പയറിയോട് അടുക്കുമ്പോൾ ഡെലിവറി കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന് പറയും. അപ്പോൾ ഡെലിവറി കമ്മിറ്റ്മെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, നാച്ചുറലി ഗെറ്റ് ആ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. അത്തരത്തിലുള്ള സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതേ കോൺട്രാക്റ്റിലുള്ള അതേ സ്റ്റോക്ക് തന്നെ, ഫ്യൂച്ചേഴ്സിൽ നിൽക്കുന്ന സ്റ്റോക്ക് തന്നെ നിങ്ങൾക്ക് ഇക്വിറ്റി ആയിട്ട് വേറെ ആൾക്കാരിൽ നിന്ന് നമുക്ക് ബോറോ ചെയ്ത് ആ ക്വാണ്ടിറ്റി തികച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാക്കി വെച്ചാൽ അതും നമുക്ക് പിന്നെ ഒബ്ലിഗേഷൻ ഉണ്ടാവില്ല. ഫ്യൂച്ചേഴ്സ് നമ്മൾ നിലനിർത്തിയിരിക്കുന്ന ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ അവിടെ ലഭിക്കും നമുക്ക്. അത് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അപ് ടു എക്സ്പയറി പീരീഡ് വരെ. സോ ഇത് അടുത്തൊരു ബെനിഫിറ്റ്. പിന്നെ ഏറ്റവും ആധികാരികമായിട്ട് നമുക്ക് ഇതിൽ നിന്നും എന്താണ് ഏറ്റവും മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ റിവേഴ്സ് ആർബിട്രാജ് തന്നെയാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഫോർ സ്മോൾ ട്രേഡേഴ്സ് ലൈക്ക് അസ്. നമ്മളെപ്പോലുള്ളവർക്ക് ഇതിനെ നിങ്ങൾ ഈ SLBM കൊണ്ട് ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ബോറോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ലെൻഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു 5 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കൊക്കെ ഒരു സ്റ്റോക്ക് ഫ്യൂച്ചറിലേക്ക് വാങ്ങിച്ചു വെക്കുന്നു. നിങ്ങൾ വെറുതെ വാങ്ങിച്ചു വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വില കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് വിലയും കിട്ടും. അതിൻ്റെ അപ്രിസിയേഷനും നിങ്ങൾക്ക് ലഭിക്കും. അതിനോടൊപ്പം അത് എന്താ പറയുക, ആരെങ്കിലും വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാടകയും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്ക് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ലെൻഡിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വാടക ലഭിക്കുമെന്നുള്ളതാണ്. വിത്തൗട്ട് എനി പ്രോബ്ലം നിങ്ങളെ യാതൊരു തരത്തിലും നിങ്ങളുടെ സ്റ്റോക്കിൻ്റെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് ആരെങ്കിലും കട്ടുകൊണ്ട് പോകുന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട. കംപ്ലീറ്റ്ലി റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം, റെഗുലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഇത്തരം ഫെസിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. വെരി ഈസി, ക്ലിക്ക് ത്രൂവിൽ തന്നെ 1-2 ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്റ്റോക്സ് നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റെൻ്റ് ഔട്ടിന് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരെങ്കിലും അത് വാങ്ങാൻ വരും. അതിനകത്ത് റേറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട. എവറിത്തിങ് ഓട്ടോമേറ്റഡ് ആണ്. കറക്റ്റ് ആസ്ക് റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ പൈസ നമുക്ക് ഗ്യാരൻറ്റീഡായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് വരികയും ചെയ്യും. ഫോർ ഈക്വിറ്റി ഹോൾഡേഴ്സ്, ഫോർ ബോറോവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിവേഴ്സ് ആർബിട്രാജ് അതാണ് നിങ്ങൾ കീനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. റിവേഴ്സ് ആർബിട്രാജിന് ഇത് വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് 2
രണ്ട് സൈഡിലും ബോറോ ചെയ്യുന്ന സ്റ്റോക്സിന് നിങ്ങൾ ഫുൾ എമൗണ്ട് കൊടുക്കണ്ട, ഫ്യൂച്ചേഴ്സ് നിങ്ങൾ വാങ്ങുന്നതിന് നിങ്ങൾ ഡിസ്കൗണ്ടഡ് റേറ്റ്, ഫ്യൂച്ചറിൻ്റെ റേറ്റ്, ഒരു ഫ്യൂച്ചർ വാങ്ങുന്നത് 1-2 ആസ് പെർ ദി ക്വാണ്ടിറ്റി, നിങ്ങൾ എത്ര ബോറോ ചെയ്യുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ റേറ്റ് മാത്രം കൊടുത്തിട്ട് നിങ്ങൾക്ക് ആർബിട്രേജ് സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് 99% പ്രോഫിറ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ ഒരു സ്ട്രാറ്റജിയാക്കി കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപാധിയാക്കി മാറ്റാമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ചുമ്മാ SLBM എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വാങ്ങിച്ചു വെക്കുന്ന ആൾക്ക് റെൻറ്റ് കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കാം എന്നുള്ളതിന് വേണ്ടി മാത്രം കുറച്ച് സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് SLBM ചെയ്യാം എന്നുള്ള രീതിക്ക് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോറോ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു കാശ് സമ്പാദിക്കാനുള്ള മാർഗ്ഗമായിട്ട് നിങ്ങൾക്ക് ഈ SLBMത്തിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് സ്ക്രീനിലേക്ക് പോയിട്ട് SLBM നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ ആർബിട്രാജ് സ്ട്രാറ്റജി കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യം SLBM എന്താണെന്നൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയുണ്ട്, അതും ഞാൻ പരിചയപ്പെടുത്താം. അതിനോടൊപ്പം ആർബിട്രാജ് സ്ട്രാറ്റജി എങ്ങനെ കണ്ടെത്താം, എങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യവും കൂടി നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, വീഡിയോ ലൈക്ക് ചെയ്യുക. 100% ഇത് വളരെ വിലപ്പെട്ട ഇൻഫർമേഷനാണ്, നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മുടെ വെബ് ട്രേഡർ പ്ലാറ്റ്ഫോമാണ്. ധനിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുന്നു. വെബ് ട്രേഡർ അതിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ഇവിടെ നിന്ന് ഹോം, പോർട്ട്ഫോളിയോ, പൊസിഷൻ കാണും. അതിൻ്റെ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ്, റെൻറ്റ് സ്റ്റോക്സ്, ഇവിടെ ഉണ്ടാവും റെൻറ്റ് സ്റ്റോക്സ് ക്ലിക്ക് ചെയ്യുക. റെൻറ്റ് സ്റ്റോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈവ്, മാർക്കറ്റ് വാച്ച്, മേക്ക് ഓഫർ, ബോറോ സ്റ്റോക്ക്. ഇതിൽ ഇപ്പം നിങ്ങൾ ലൈവിൽ ഇതെന്താണ്, നിങ്ങൾക്ക് അവൈലബിൾ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റ് കൊടുക്കാനുള്ള പ്രൊവിഷനാണ്. ഇതിന് മുന്നോടിയായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ആക്ടിവേറ്റ് റെൻറ്റിങ് ഓഫ് സ്റ്റോക്സ്. ഞാനിവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എൻ്റെ അക്കൗണ്ടിൽ. നിങ്ങൾക്ക് ആക്ടിവേറ്റ് നൗ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ആക്ടിവേഷൻ, ഈ ഒരു പ്രോസസ്സ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. അത് അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പറഞ്ഞു തരും, അതുപോലെ നിങ്ങൾ ചെയ്യാം. അതിനുശേഷം നേരെ ആർബിട്രാജ് സ്ട്രാറ്റജിക്ക് എന്താ വേണ്ടത്, പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പോയിന്റിൽ ലൈവിൽ തന്നെ അവിടെ വന്നു കഴിയും. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ അവിടെ തന്നെ കാണിക്കും. വിത്ത് ഡീറ്റെയിൽ നമുക്ക് പെർ ആനം ബേസിസിലായിരിക്കും നമുക്ക് റിട്ടേൺ ലഭിക്കുക. അത് അതിൻ്റെ പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും, എത്ര രൂപ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് റെൻറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ മതി, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി ആ പ്രോസസ്സ് നടന്നുകൊള്ളും. ഓക്കെ, സോ നമ്മൾക്കിവിടെ വേണ്ടത് ഇതെങ്ങനെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാക്കി മാറ്റാം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ നോക്കൂ, ഇവിടെ ഏറ്റവും അവസാനം ബോറോ സ്റ്റോക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ബോറോ സ്റ്റോക്സിലുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓരോ സ്റ്റോക്കിൻ്റെയും നമുക്ക് ഇവിടെ പേര് കാണാൻ പറ്റും. നോക്കൂ, ഇവിടെ മാരുതി സുസുക്കി, BSE, ലാർസൻ ആൻഡ് ടർബോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇങ്ങനെ സ്റ്റോക്സിൻ്റെ പേര് കാണാം. റൈറ്റ് സൈഡിൽ ആദ്യം കാണാൻ കഴിയുന്നത് സ്പോട്ട് മാർക്കറ്റ്, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഇപ്പോൾ അതിൻ്റെ വില എത്രയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കൂ, ഫ്യൂച്ചർ സ്പ്രെഡ്, എത്രമാത്രം സ്പോട്ടിൽ നിന്നും ഫ്യൂച്ചേഴ്സ് എത്രമാത്രം വൈഡറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് ഇതിൽ നിന്നും 1029 പോയിന്റ് കറണ്ട് മന്ത് ഫ്യൂച്ചറാണ്. സ്പോട്ടും കറണ്ട് മന്ത് ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 7% ഡിഫറൻസ്. പക്ഷേ ഫ്യൂച്ചേഴ്സ് ഇതിൽ എന്താണ്, കൂടി നിൽക്കുകയാണ്. ഫ്യൂച്ചേഴ്സ് കുറഞ്ഞല്ല നിൽക്കുന്നത്, കൂടി നിൽക്കുമ്പോൾ നമുക്ക് SLBM സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത് നമുക്ക് റിസ്ക് ആണ്. കാരണം എന്ന് പറയാൻ, നമുക്ക് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് താഴ്ന്നു വന്നാലേ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഫ്യൂച്ചേഴ്സിൽ തന്നെ എന്താ പറയുക, ഏറ്റവും സ്പോട്ടും ഫ്യൂച്ചറും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് കുറഞ്ഞു നിൽക്കുന്ന സ്റ്റോക്സ് ഏതാണെന്ന് കണ്ടെത്തുക. അതെന്ത് ചെയ്യുക, അത് എൻ്റെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിസെൻഡിങ് ആദ്യം കാണുന്നത് അസെൻഡിങ് ഓർഡറിലായിരിക്കും ഏറ്റവും വലുതായി നിൽക്കുന്നത്. തിരിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിൽ വരും. ഏറ്റവും ചെറുത് ഏതാണെന്ന്, അപ്പോൾ ഏറ്റവും ഡിഫറൻസ് സ്പോട്ട് വില കുറഞ്ഞു നിൽക്കുന്ന ഏതാണെന്നുള്ളത് നമുക്ക് ലിസ്റ്റ് ഔട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ ബോഷ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്, ഇതൊരിക്കലും റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കരുത്. ഞാൻ ഇത് കാണുന്നത് നിങ്ങൾക്ക് പറയുന്നു. ബോഷ് എന്നൊരു കമ്പനിക്ക് നോക്കൂ, സ്പോട്ട് പ്രൈസ് 36,150. എന്നാൽ
അതിൻ്റെ ഫ്യൂച്ചേഴ്സ് പ്രൈസ് നോക്കൂ, 1295 രൂപ. സ്പോട്ടിൽ നിന്നും ഫ്യൂച്ചേഴ്സ് കുറഞ്ഞാണ് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്പോട്ടിൽ നിന്നും ഫ്യൂച്ചേഴ്സ് കുറഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. എത്ര ശതമാനം? 3.5%. സ്പോട്ടും ഫ്യൂച്ചറും തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് 3.5%. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ സ്റ്റോക്കിനെ ബോറോ ചെയ്തിട്ട് ഫ്യൂച്ചറിനെ നമ്മൾ ബൈയും ചെയ്ത് എങ്ങനെ ട്രേഡിലേക്ക് കൊണ്ടുവരാം? സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ഇവിടെ ടേക്ക് ആക്ഷൻ എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ ബോറോ എന്ന് പറയുമ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും? ഉടനെ ഈ ഫ്യൂച്ചേഴ്സ് ഒന്നും അല്ല, നമ്മൾ ഇക്വിറ്റി തന്നെ നേരിട്ട് നമുക്ക് ബോറോയിങ്ങിലേക്ക് വരും. നമുക്കതിനെ സെൽ പൊസിഷനിലേക്ക് നിലനിർത്താം. എന്നിട്ട് നിങ്ങൾ അടുത്തെന്താ ചെയ്യേണ്ടത്? ഇതേ ഫ്യൂച്ചറിനെ, ഇതേ ബോഷ് കമ്പനിയുടെ അല്ലെങ്കിൽ വാട്ടെവർ ഏത് കമ്പനി എന്നും ഞാൻ പേര് പറയുന്നില്ല, ഈ ഒരു കമ്പനിയുടെ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് കാരണം ഇതെല്ലാം ഫ്യൂച്ചേഴ്സ് ഉള്ളത് തന്നെയാണ്. ഫ്യൂച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എഴുതി കാണിക്കത്തുള്ളൂ. ഫ്യൂച്ചേഴ്സിൻ്റെ സ്പ്രെഡ് നമ്മൾ ഇനി അത് ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഫ്യൂച്ചേഴ്സ് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് ഇവിടെ വരുന്നത്. അതിനെ പോയി എന്ത് ചെയ്യുക? കുറഞ്ഞ വിലയിൽ നമ്മൾ വാങ്ങുക, കൂടിയ വിലയിൽ നമ്മൾ വിൽക്കുക. അപ്പോൾ ഓൾറെഡി ബോറോഡ് സ്റ്റോക്ക് എന്തിനേക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാനാണ്. അപ്പോൾ സെല്ല് ചെയ്ത് നിർത്താനാണ് നമ്മൾ ബോറോ ചെയ്യുന്നത്. അത് നാച്ചുറലി അത് എന്തായിട്ട് മാറും? നമുക്ക് സെല്ലാക്കി ഇതിനെ നിർത്താൻ പറ്റും, നമ്മൾ ഇക്വിറ്റീനെ. അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബൈ ആയിട്ട് നമുക്ക് ബൈയും സെല്ലും ചെയ്യാം. അതിനെ ഫ്യൂച്ചറിന് ഒരു ബൈയും ചെയ്യുക. അപ്പോൾ രണ്ടും തമ്മിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെഡ്ജഡ് ആയിരിക്കും. നിങ്ങൾക്ക് കോസ്റ്റ്ലിയും നിങ്ങൾക്ക് വലിയ കോസ്റ്റും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ബോറോ ചെയ്യുന്നതിൻ്റെ എമൗണ്ടിൻ്റെ കോസ്റ്റ്, അതേമാതിരി ഫ്യൂച്ചറിൻ്റെ ഫുൾ എമൗണ്ടും കൊടുക്കേണ്ടി വരില്ല. ബിക്കോസ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട്, സ്റ്റോക്ക് നിങ്ങളുടെ ഇതിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിന് നിങ്ങൾക്ക് ഹെഡ്ജ് ബെനിഫിറ്റും ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ക്യാപിറ്റൽ നിങ്ങൾക്ക് നിക്ഷേപിച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് മന്ത് എൻഡോടുകൂടി ഈ ഡിഫറൻസ് അടുക്ക് വരും. ഇപ്പോൾ ഈ 1295 രൂപ എന്നുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് എന്നുള്ള ഡിഫറൻസ് അത് കുറഞ്ഞ പക്ഷേ ഒരു 500 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് വന്നാലും ഒരു 500 പോയിൻറ്റ്സ് ഇൻറ്റു ഇപ്പോൾ ബോഷിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സ് എത്ര ക്വാണ്ടിറ്റി നോക്കൂ? 25 ക്വാണ്ടിറ്റി ഉള്ളതിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ, 1295 ആണ്. 1295 പോയിന്റിൽ നിന്ന് നമുക്ക് അത്രയും ഈ ഡിഫറൻസ് കുറയണ്ട. മന്ത് എൻഡോട് കൂടിയാകുമ്പോൾ ഒരു 500 പോയിൻറ്റ്സ് റെഡ്യൂസ് ആയി എന്ന് വെച്ചോളൂ. ഒരു 500 പോയിൻറ്റ്സ് റെഡ്യൂസ് ആയാൽ ഇൻറ്റു 25, ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 25 ക്വാണ്ടിറ്റി അതിനകത്തുണ്ട്, സമം എത്ര? നമുക്ക് 12,500 റുപ്പീസിൻ്റെ ലാഭം. ആക്ച്വൽ പ്രോഫിറ്റിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 1295 ഇൻറ്റു 25, ഓൾമോസ്റ്റ് 32,000 വരെ മാക്സിമം പ്രോഫിറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം നോക്കണ്ട, മിനിമം പ്രോഫിറ്റ് നമുക്ക് നോക്കിയാൽ പോലും ഒരു ആവറേജ് ഒരു 500 വെച്ചാൽ പോലും നമുക്ക് കുറഞ്ഞ പക്ഷം ഒരു 10,000-12,000 രൂപ വിത്തിൻ നമുക്ക് ഒരു 1,00,000 രൂപ പോലും വേണ്ട ഈ സ്ട്രാറ്റജി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ ചെറിയ തുകയ്ക്ക് നമുക്ക് കൂടുതൽ പ്രോഫിറ്റിലേക്ക്, എന്നാൽ അത് മോസ്റ്റ് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാക്കി തരും സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം. ഒരുപാട് പേരുടെ റിക്വസ്റ്റ്, പലർക്കും നിങ്ങൾ പ്ലാറ്റ്ഫോംസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഈസി മണി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാനുള്ള എന്നുള്ള വിവരം ഒരാളും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ ഇത് വീണ്ടും ഈ വീഡിയോ കാണുക, പരീക്ഷിച്ച് നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കുക, മുന്നോട്ട് പോവുക. Okay? Thank you.